സംസ്ഥാനത്ത് പൊതുതെരഞ്ഞെടുപ്പിന് 12 ദിവസം മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം ശക്തമാക്കാനൊരുങ്ങി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും രാഹുൽ ഗാന്ധി നാളെയും കേരളത്തിലെത്തും. ഇരുവരും നാളെ പ്രചാരണത്തിനിറങ്ങും. തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനായി നടി ശോഭന പ്രചാരണത്തിനിറങ്ങി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരം കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. ഈ മാസം 22 വരെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രചാരണം നടത്തും. നാളെ വൈകിട്ട് 6-ന് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന മഹാറാലിയിൽ രാഹുൽ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ LDFും ദേശീയ നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കും. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ റോഡ് ഷോയിൽ നടി ശോഭന പങ്കെടുത്തു. സജീവ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും യോഗ്യനായ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങിയതെന്നും ശോഭന. ഞാൻ മലയാളം മര്യാദയ്ക്ക് സംസാരിച്ചോട്ടെ, പ്രസംഗിക്കാനെല്ലാം. സോ ദെൻ എനിവേ ഐ ആം ജസ്റ്റ് ആൻ ആക്ടർ വിത്ത് മൈ ഓൺ ഹോപ്സ് ആൻഡ് ഡ്രീംസ്. ഇത്രയേ ഉള്ളൂ ഫോർ നൗ. ദ കേരള സ്റ്റോറി വിവാദം മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിച്ചെന്ന് NDA സ്ഥാനാർത്ഥി M. അബ്ദുൾ സലാം. പൗരത്വ ഭേദഗതി മുസ്ലിം വിഭാഗക്കാരായ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അബ്ദുൾ സലാം പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല സ്റ്റോറി, കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് CAയെ പറ്റി നല്ല ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ മീഡിയയിൽ പല പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നോട് നേരിട്ട് ചോദിച്ചാൽ മുസ്ലിങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. MM ഹസന്റെ പിതൃനിന്ന പരാമർശത്തിന് മറുപടിയുമായി അനിൽ K. ആന്റണിയും രംഗത്തെത്തി. ഇവരുടെയൊക്കെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അതുപോലെ അത് കാരണം ഞാൻ ആ ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കാലഹരണപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് MM ഹസനെ പോലെയുള്ളവരെ തന്നെയാണ് നിർദ്ദേശിച്ചത്. MM ഹസനൊക്കെ ഇന്ന് 80 വയസ്സായിട്ടും അദ്ദേഹം ഇന്നും ആക്ടിംഗ് പ്രസിഡന്റാണ്. പിതാവിനെതിരെ പറഞ്ഞു മടുത്തപ്പോൾ അനിൽ മറ്റുള്ളവർക്ക് നേരെ തിരിയുകയാണെന്ന് MM ഹസൻ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.